സ്ഥലം ബുക്ക് ചെയ്യാൻ നീ എത്ര കൊടുത്ത്? അതിന്റെ ഇരട്ടി ഞാൻ തരാം. ഡബിൾ എമൗണ്ട് തരാനും തയ്യാറാണ്. അതുകൊണ്ട് ഈ സ്ഥലം അവർക്കുള്ളതാണ്. 2 ദിവസമുള്ള ഒരു കല്യാണത്തിന് അപ്പോഴാണ് നിങ്ങൾ പറയുന്ന ബുക്കിംഗ് ക്യാൻസൽ ആണ്, വേറെ എങ്ങനെ നോക്കണമെന്ന്? ആർത്തി, നമ്മുടെ കല്യാണം ഇവിടെ തന്നെ നടക്കും. മാനേജർ ആ ദിവസം ഈ സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നെ വേണം. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇതാ നടന്നു. ഈ പ്രോപ്പർട്ടി മുഴുവനായി വാങ്ങി. പിന്നെ ഈ സ്ഥലം രാഘവ് സാർ, ഐ മീൻ മിസ്റ്റർ രാഘവ്, അദ്ദേഹത്തിന്റെ വൈഫ് ആർത്തിയുടേതാണ്. പിന്നെ മിസ്റ്റർ വാട്ട്? കുമാർ, മിസ്റ്റർ കുമാർ, ഞാൻ ഇതുവരെ ലൈഫിൽ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു മിനിറ്റ്. ഈ ഹോട്ടൽ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ അത് ചുമ്മാ കുട്ടിക്കളിയൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും എന്ത് ഡ്രാമ ഇവിടെ കളിക്കുന്നേ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഹോട്ടലിന്റെ പാതി ഷെയർ പോലും നിങ്ങൾക്ക് വാങ്ങാനാവില്ല. അതെല്ലാം വിട്ടേക്ക്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ഹോട്ടൽ ഇനി ആർത്തിയുടെയും രാഘവന്റേതാണ്. കാക്ക മലർന്നു പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷെ ഇത് അതിനേക്കാൾ വലിയ നുണയാടോ. ഇന്ന് ഞാൻ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചു കളയും. സെക്യൂരിറ്റി, ഇവരെ രണ്ടുപേരും പുറത്താക്ക്. ഇവർക്ക് രണ്ടുപേർക്കും മര്യാദ തീരെയില്ല. നിങ്ങളുടെ ഡ്രാമ ആദ്യം നിർത്ത്. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കള്ളവും ഞാൻ പുറത്തു കൊണ്ടുവരും. അഭിഷേക്, താങ്ക് യു സോ മച്ച്. രാഘവന്റെ ഫ്രണ്ടായി നിന്നുകൊണ്ട് എത്ര ഹെൽപ്പ് നീ ഞങ്ങൾക്ക് ചെയ്യുന്നത്. ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഏയ്, അങ്ങനെ താങ്ക് യു ഒന്നും പറയണ്ട. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഐ മീൻ എന്റെ കടമയാണ് ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണമാണ്. അതുകൊണ്ട് വെഡിങ് കാർഡൊക്കെ ഞാൻ പേഴ്സണലി കൊണ്ടുതരാം. അതിന്റെ ഒരു ആവശ്യമില്ല. രാഘവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വരും. ആഫ്റ്റർ ഓൾ എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ തന്നെയല്ലേ നോക്കണ്ടേ? ഐ മീൻ ഞാൻ അവന്റെ സുഹൃത്തല്ലേ. ഐ നോ എവറിത്തിങ് അബൌട്ട് ഹിം. അവന് ഇഷ്ടമുള്ളത് ഇല്ലാത്തത് എവറിത്തിങ്. എന്നുവെച്ചാ നിങ്ങൾ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വിട്, ഞാൻ എന്തായാലും വരും. പിന്നെ നാളെ നിങ്ങൾ ഓപ്ഷന് വരില്ലേ? നിങ്ങൾക്ക് അവിടെ വലിയൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഈ ഓപ്ഷൻ ഞാൻ തന്നെ ഓർഗനൈസ് ചെയ്യും. ഈ സർപ്രൈസിനെ പറ്റി നിങ്ങളുടെ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ ഇത്രയും വലിയ വിഷയാന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതെന്താ എന്നോട് മാത്രം പറയാതെ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന? പ്ലീസ് ആർത്തി, ഈ സർപ്രൈസിന്റെ അർത്ഥം എന്താണെന്ന് പോലും നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നേ. അത് പറഞ്ഞാ പിന്നെ നിന്നെ എങ്ങനെ സർപ്രൈസ് ചെയ്യിക്കാനാ? ഓ, എന്നാ ശരി, എന്നോട് ഒന്നും പറയണ്ട. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ പൂജയുള്ളതല്ലേ, നമുക്ക് പോവാം. സമയത്ത് എത്തണ്ടേ അവിടെ? ഓക്കെ മാം, സാർ, അകത്ത് പോയി നിങ്ങൾ പേപ്പർ സൈൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് പോവാം. ഞങ്ങള് സൈൻ ചെയ്തേക്കാം. എമൗണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? മാം, ക്യാഷിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഒരു എമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. സാറ് പറഞ്ഞതുപോലെ ഓൾറെഡി ഈ ഹോട്ടൽ വാങ്ങിയിരിക്കുകയാണ്. അഭിഷേക് സാർ നിങ്ങളുടെ നിന്ന് പണം വാങ്ങണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാലും നോ മാം, ഞങ്ങൾ നിങ്ങളുടെ നിന്ന് പണം വാങ്ങില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അവൻ എന്റെ കൂട്ടുകാരനല്ലേ. അഭിഷേക്, താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. കുമാർ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ആർത്തി എല്ലായിടത്തും ജയിച്ചോണ്ടിരിക്കുക. ഇതിൽ എന്തോ ഉണ്ട്. ഞാനത് കണ്ടുപിടിക്കും. ബേബി, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അഭിഷേക് ഇല്ലേ, അവന് ശരിക്കും ഒരു പണക്കാരനായിരിക്കണം. അതുകൊണ്ടായിരിക്കും അവന് ചിലപ്പോ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിഞ്ഞത്. അല്ല, അങ്ങനെ അവൻ സാധ്യതയില്ല. വൈ? ഇവിടെയുള്ള എല്ലാ പണക്കാരെയും ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ. അതിൽ അഭിഷേക് എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുള്ളൂ. അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. വാട്ട് ഐ തിങ്ക് ഈസ് ഇവന്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. പക്ഷെ അയാൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഹി സേസ് ടു ഡു ഓൾ ദി ഡേർട്ടി വർക്ക്സ്. ആയിരിക്കാം. നമുക്ക് എന്തായാലും സത്യം കണ്ടുപിടിച്ചേ മതിയാവൂ. ശരി, എനിവേസ്, നാളെ ഓപ്ഷനുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ? അതിനിടയ്ക്ക് ഈ ഓപ്ഷൻ പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട്? എടാ, അതിന്റെ ഡാഡി ഇപ്പോഴാ മെസ്സേജ് ചെയ്തേ. ഡാഡി തന്നെ എന്നോട് പറഞ്ഞത് നാളെ നമ്മൾ രണ്ടുപേരും ഓപ്ഷനില് എന്തായാലും പോണോന്ന്. എന്തെന്ന് വെച്ചാ കുമാർ ഇൻഡസ്ട്രീസിന്റെ സിഇഒ മിസ്റ്റർ കുമാർ, അവര് നാളെ അവിടെ നേരിട്ട് വരുമെന്ന് അറിയാൻ കഴിഞ്ഞത്. What are you saying? മിസ്റ്റർ കുമാർ സിഇഒ അവര് വരുന്നുണ്ടെന്നോ? പക്ഷെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളല്ലല്ലോ. നിനക്കറിയാവുന്നതല്ലേ എന്റെ ഡാഡി കുമാർ ഇൻഡസ്ട്രീസിലെ ഹയസ്റ്റ് പൊസിഷൻ ഉള്ള ആളാണെന്ന്. ഡാഡിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. അകത്തുള്ള ആരോ ഡാഡിയോട് പറഞ്ഞതാ ഇത്. നീ പറഞ്ഞ ശരിയായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി മിസ്റ്റർ കുമാറിനെ പേഴ്സണലായി ഇംപ്രസ് ചെയ്യാം. That's right. And you never know. ആർക്കറിയാം, എന്റെ ഡാഡി വിചാരിച്ച നിനക്ക് ഇനിയൊരു പ്രമോഷൻ കൂടി കിട്ടില്ലെന്ന്. Honestly, നിനക്ക് എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയല്ലേ? I know. ലൈഫിന്റെ യഥാർത്ഥ ഗ്ലോ ഗോൾഡ് ചെയിനിലുള്ളത്.
പിച്ചളയിലല്ലേ. ആൻഡ് യു ആർ പ്യുവർ ഗോൾഡ്. ഓ അതുകൊണ്ടല്ലേ ഞാൻ ആർത്തി ഒഴിവാക്കി നിന്നെ ചൂസ് ചെയ്തേ. റിയലി? യാ, ഓ ബേബി. കം ഓൺ, ലെറ്റ്സ് ഗോ. ആ മോളെ പെട്ടെന്ന് വാ, ആരതി ഒഴിയാൻ. വേം വാ, വേം വാ. പറയാ ചമ്മ. രാഘവ്, നിനക്കറിയോ ആരതി മുമ്പൊക്കെ എത്ര നന്നായിട്ട് ചിരിക്കുമായിരുന്നു. പക്ഷെ ഇവളുടെ അച്ഛൻ എന്റെ മോൻ മരിച്ചതിന് ശേഷം എന്റെ മോള് വലിയ സങ്കടത്തിലായിരുന്നു. അവളുടെ ചിരിയൊക്കെ ഉറങ്ങിപ്പോയതുപോലെയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നീ വന്നതിന് ശേഷം എന്റെ മോളുടെ പുഞ്ചിരി തിരിച്ചു വന്ന പോലെയാ. മതി, എനിക്കിത്രയും മതി. അച്ചമ്മയ്ക്ക് ഞാനൊരു വാക്ക് തരാം. ആർത്തിയുടെ മുഖത്തെ ഈ സന്തോഷം ഇനി ഒരിക്കലും മായാൻ പോകുന്നില്ല. അവൾ ഇനി ഒരു ചെറിയ കാര്യത്തിന് പോലും വിഷമിക്കുന്ന ഈ അച്ചമ്മ കാണില്ല. പോരെ, ഇതെന്റെ വാക്കാ. ഇനി അവൾക്ക് എന്നും ദീപാവലിയാ, എന്നും അവൾക്ക് ഉത്സവമായിരിക്കും. സർ, മാഡം, നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോവാം. താങ്ക് യു. താങ്ക് യു. ബേബി, ആർത്തി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതാരാ? നീ എന്താ ഇവിടെ വന്ന്? അല്ല, നിനക്കെങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയത്? നിനക്കറിയാവുന്നതല്ലേ, ഈ ഓപ്ഷന് 3 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്: പണം, മര്യാദ, പിന്നെ ഇൻവിറ്റേഷനും. എനിക്ക് തോന്നുന്നത് ബേബി ഇവിടെ എന്തോ ജോലി അന്വേഷിച്ച് വന്നിരിക്കുകയാണെന്നാ. Am I right? I'm sure. എന്റെ പേര് ആർത്തി. ഒന്ന് ചെക്ക് ചെയ്തേക്കാവോ? 1 സെക്കൻഡ്. സോറി മാം, നിങ്ങളുടെ പേര് ഇതിലില്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. നോക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, പക്ഷെ നീ അത് കേൾക്കാഞ്ഞിട്ടല്ലേ? അല്ല, ഇതെങ്ങനെ സംഭവിക്കും? എന്റെ ഹസ്ബൻഡ് ഉള്ളിലാ ഉള്ളത്. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അഭിഷേകും അകത്തുണ്ട്. അവരെ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യാമോ? പ്ലീസ്, നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്തു. ഏയ്, ഒരു മിനിറ്റ്. നീ എന്താ പറഞ്ഞേ? നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് അകത്തുണ്ടെന്നോ? ആ, എനിക്കിപ്പോ മനസ്സിലായി. ഏതെങ്കിലും കുറുക്കുവഴിയിലൂടെ ഒളിച്ചു അകത്തേക്ക് കയറി കാണും. ഞങ്ങളെ പോലെയുള്ളവരെന്ന് പിച്ചെടുക്കാനായി. അങ്ങനെയാകുമ്പോ ഇവള് പറഞ്ഞ് കറക്റ്റാ അല്ലേ? ബേബി, അവളെ വിട്ടേക്ക്, നമുക്ക് അകത്തേക്ക് പോവാം. ഓപ്ഷൻ സ്റ്റാർട്ട് ആവാറായി. എനിവേ, സോ ഹോട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് നമ്മള് ഒരു എൻട്രി ഒപ്പിച്ചു കൊടുത്താലോ? പക്ഷെ ഒറ്റ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാ, ബേബിയുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കണം. യു നോ വാട്ട്, ഐഡിയ നന്നായിട്ടുണ്ട്. യു സീ, എന്റെ ഹാർട്ട് വളരെ വലുതാണ്. ഒരു പക്ഷേ നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം മറന്ന് നിന്നെ അകത്തേക്ക് കൊണ്ടുപോകാം. മാപ്പ് പറയാനോ? നിനക്കെന്താ തലയ്ക്ക് വട്ടായോ? ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യില്ല. ഇപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡ് വരും, എന്നെ ഉള്ളിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിവിടെ ഗസ്റ്റ് ലിസ്റ്റിൽ മാത്രമല്ല, ഞാനായിരിക്കും ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. Are you serious? Seriously, ആർത്തി, നിന്റെ ആ വേലയും കൂലിയില്ലാത്ത ഭർത്താവ് ഉണ്ടല്ലോ, അയാള് വന്ന് ഈ ഓപ്ഷന്റെ അകത്തേക്ക് നിന്നെയും കൊണ്ടുപോകുന്നാണോ? സീരിയസ്ലി? ഹായ് ഡാർലിംഗ്. രാഘവ്, ഐ ആം സോറി, ഞാൻ തന്നെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യണമായിരുന്നു. ബി ഗോയിങ് നൗ, കം. സോറി സർ, നിങ്ങളുടെ ഗസ്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം സോ സോറി മാം. ആക്ച്വലി VIP എൻട്രി എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഇതിൽ ഇല്ലാത്തത്. എന്റെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോവാം. ഇറ്റ്സ് ഓക്കെ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ലെറ്റ്സ് ഗോ ഡാർലിംഗ്. യെസ് പ്ലീസ്, എക്സ്ക്യൂസ് മീ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ലെറ്റ്സ് ഗോ. എന്താ നടക്കുന്ന കുമാർ? കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ.
ഹായ് എവരിബഡി, എന്റെ പേര് കായൽ. ബിഫോർ ഓപ്ഷൻ സ്റ്റാർട്ട്സ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന 2 പേരുടെ കയ്യില് ഈ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ കാർഡില്ല. അവര് നമ്മുടെ സ്റ്റേറ്റസിന് ചേർന്നവരുമല്ല. മിസ് കായൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഈ ഇരിക്കുന്നവളില്ലേ ആർത്തി, ഒരു റെസ്റ്റോറന്റില് സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അവരുടെ ഹസ്ബൻഡ് നടു റോട്ടില് പിച്ചെടുക്കുന്നവനാണ്. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ ഇരിക്കാനുള്ള അർഹതയില്ല, ശരിയല്ലേ? റിയലി മിസ് കായൽ, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നല്ലോ. ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിൽ ഇവരെ 2 പേരെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്താക്കണം. ഇതെല്ലാം തന്നെ റൂൾസിലുള്ളതാണ്. I agree. Thank you. ഇവള് പറഞ്ഞ സത്യമായ കാര്യങ്ങളാ. ഇവരെന്തായാലും വന്നുപോയില്ലേ, കണ്ടിട്ട് പോട്ടെ. എന്തായാലും ഓപ്ഷനിൽ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, കാരണം അതിനുള്ള പണം അവരുടെ കയ്യിലില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബെറ്റ് വെക്കാം. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആരാ വാങ്ങിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ തോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കാലേ വീണ് ഞാൻ മാപ്പ് പറയാം. ഇപ്പൊ പറ, സമ്മതാണോ? കുമാർ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നീ പറയുന്ന കേട്ടതൊന്നും ഇവിടെയുള്ള ഒരു സാധനങ്ങളും എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ലെന്ന്. ഓക്കെ, ഞാൻ നിന്റെ ബെറ്റ് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ ബെറ്റ് സ്വീകരിച്ചുകൊണ്ട് ഇവൻ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു കാര്യം ഇവന് അറിയില്ല, ഇവൻ തോറ്റുപോയാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാലയിൽ വീണ് മാപ്പ് പറയണമെന്നുള്ള കാര്യം. അതും വളരെ ദയനീയമായിട്ട്, ജസ്റ്റ് ലൈക്ക് മൈ പപ്പി ഡോഗ്. ഈ ഡോഗ് നമ്മുടെ കാലിലൊക്കെ നക്കില്ലേ, അതുപോലെ. ലൈക്ക് ഐ സെഡ്, നിന്റെ കണ്ടീഷന് ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനെങ്ങാനും ജയിച്ചു പോയാ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാലിൽ വീണ് എന്റെ ചെരുപ്പ് നക്കി മാപ്പ് പറയുമല്ലോ അല്ലേ? ജസ്റ്റ് ലൈക്ക് യുവർ ഡോഗ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഓൾറൈറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഓപ്ഷൻ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഈ രാജകീയ നെക്ലസ്. ഒരുപാട് കാലത്തിന് മുന്നേ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു മഹാറാണിയുടെ കയ്യിലായിരുന്നു ഇത്. ഇതിലെ ഡയമണ്ട്സ് വളരെ പ്രഷ്യസ് ആയതാണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷമോ? എന്ത് പറ്റി ആർത്തി? എമൗണ്ട് കേട്ടപ്പോ തന്നെ പേടിച്ചു പോയോ? ഇനിയും സമയമുണ്ട് ഇവിടെ എണീറ്റ് പോകാനായിട്ട്. 52 ലക്ഷം, 55 ലക്ഷം. ലൈക്ക് സീരിയസ്ലി, ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന് 50 ലക്ഷത്തില് എത്ര പൂജ ഉണ്ടെന്ന് പോലും അറിയില്ല. ജസ്റ്റ് ഇമാജിൻ, ഇവൻ ഇവിടെ പണം കൊടുത്തില്ല എങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ സംഭവിച്ച. രാഘവ്, നിങ്ങൾ എന്തി കാണിക്കുന്നേ? ഇത് വലിയ പ്രശ്നമാവട്ടോ. വാ, നമുക്ക് ഇവിടുന്ന് പോയേക്കാം വേഗം. 60 ലക്ഷം. 60 ലക്ഷം ഒരു തരം. 65 ലക്ഷം. 70 ലക്ഷം. 75 lakhs. ഇനി കേട്ട് ശരിയാവില്ല, വിടാം. മിസ്റ്റർ രാഘവാണ് 75 ലക്ഷത്തിന് ബിഡ് ചെയ്തിരിക്കുന്നത്. ഇതിനു മേലെ ആരെങ്കിലും ബിഡ് ചെയ്യുന്നുണ്ടോ? 75 ലക്ഷം ഒരു തരം, 75 ലക്ഷം 2 തരം. കുമാർ, ഇനിയും ഹൈ എമൗണ്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ തോറ്റു പോവും. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? 75 ലക്ഷം. 80 lakhs. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നീ തീർന്നടാ മോനെ. 1 crore. രാഘവ്, ബേബി, ഇവനെന്താ പ്രാന്തായെന്ന് തോന്നേ. ഈ പിച്ചക്കാരൻ എപ്പോഴെങ്കിലും 1 കോടി നേരിട്ട് കണ്ടിട്ടുണ്ടാവോ? ഇവൻ 1 കോടി തന്നെയല്ലേ പറഞ്ഞേ, അല്ലേ? ആർത്തി, നിന്റെ വിവരമില്ലാത്ത ഭർത്താവിന് പറഞ്ഞു കൊടുക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ അവൻ ജയിലിൽ പോകേണ്ടി വരും. 1 കോടിയൊന്നും ഇവൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ തെറ്റു പറ്റി പോയിട്ടുണ്ട്. രാഘവ്, നമുക്ക് പോവാം. 1 കോടി ഒരു തരം.
1 കോടി 2 തരാം. 1 കോടി 3 തരാം. This necklace belongs to Mr. Raghav. വാവ്, എക്സലന്റ്. ഇതൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഏതൊരു കോമഡി ഷോ കാണുന്ന പോലെയുണ്ട്. ഈ പിച്ചക്കാരൻ 1 കോടി പോയിട്ട് 1000 രൂപ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ 1 കോടി. വായല നാക്ക് മാത്രം ഉണ്ടായിട്ട് ഇവിടെ ഒരു കാര്യമില്ല. അതിനുള്ള പണവും കയ്യിലുണ്ടാവണം, മനസ്സിലായോ? നീ 1 കോടി എന്ന് വിളിച്ചല്ലോ, എങ്ങനെ കൊടുക്കാനാ? പ്ലീസ്, ഇവിടെ എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയും കാശ് ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ വെറുതെ വിടണം. രാഘവ് പ്ലീസ്, നമുക്ക് ഇവിടുന്ന് പോവാം. രാഘവ് പ്ലീസ്, നമുക്ക് പോവാം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ നിന്റെ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതല്ലേ. ചെല്ല്, ചെന്ന് വാങ്ങിക്കേ, ചെല്ലേ. നോ വൺ കൻ ഹെൽപ്പ് യു. ഇതുപോലുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.